ഭാരവാഹികളുടെയും അവലോകന യോഗം പിറവത്ത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെയാണ് ഇക്കൊല്ലത്തെ നാലമ്പല തീർത്ഥാടനം നടക്കുന്നത്. യോഗത്തിൽ തീർത്ഥാടകർക്ക് ആവശ്യമായ ഗതാഗത പാർക്കിംഗ് സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പാക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ജില്ലാ നാലമ്പല തീർത്ഥാടന മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ക്ഷേത്ര ഭാരവാഹികളുടെയും അവലോകന യോഗം പിറവം ജല അതോറിറ്റി ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ നടന്നു. ജൂലൈ 17-ാം തീയതി നാലമ്പല ദർശനം ആരംഭം കുറിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ വിവിധ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇന്ന് നടത്തിയത്. മുളക്കുളം, പിറവം, രാമമംഗലം, പാമ്പാക്കട കേന്ദ്രീകൃതമായിട്ടാണ് അവിടുത്തെ ജനപ്രതിനിധികളടക്കം ഇന്നിവിടെ പങ്കെടുത്തിരുന്നു. ബന്ധപ്പെട്ട ക്ഷേത്ര സമിതി ഭാരവാഹികളും ഉണ്ടായിരുന്നു. ഇവിടെ നിർമ്മാണം നടക്കുന്ന KSTP റോഡിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അവിടെയുള്ള കലിങ്കുകൾ അടക്കമുള്ളത് അതിൻ്റെ നിർമ്മാണ വേഗത വിലയിരുത്തുകയും പൂർത്തിയാക്കിയിട്ടുള്ള കലിങ്കുകൾ അടിയന്തരമായി തുറന്നു കൊടുക്കാനും ഒപ്പം തന്നെ നിലവിലുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള അപകടകരമായ സാഹചര്യം നിൽക്കുന്ന സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ കൂടുതൽ സ്ഥാപിക്കാനും രാത്രികാലങ്ങളിൽ ബ്ലിങ്കേഴ്സ് ഉൾപ്പെടെ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. KSTP ഇപ്പോൾ റോഡ് ഡൈവേർഷനുള്ള ഭാഗത്ത് ഇപ്പോൾ കിഴിമുറി ഭാഗത്ത് നിന്ന് റോഡ് ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡൈവേർഷൻ്റെ ഒഴിവാക്കി അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ആ റോഡ് പൂർണ്ണമായും രാമമംഗലം പിറവം റോഡ് പൂർണ്ണമായും ട്രാഫിക്കബിളാക്കി തുറന്നു കൊടുക്കും. പടവട്ടിപ്പാലം 7-ാം തീയതി അതിൻ്റെ കോൺക്രീറ്റിംഗ് നടത്തുമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം 14 ദിവസം കഴിയുമ്പോൾ 7-ാം തീയതി കോൺക്രീറ്റിംഗ് കഴിഞ്ഞ് 14 ദിവസം കഴിയുമ്പോൾ ആ പാലം തുറന്നു കൊടുക്കാൻ സാധിക്കും. പക്ഷെ അവിടെ ഡൈവേർഷനുണ്ട്. ഈ ഡൈവേർഷനുള്ള സ്ഥലങ്ങളിലുള്ള സേഫ്റ്റി ഭാഗങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ നമുക്ക് വരുന്ന നാലമ്പല തീർത്ഥാടകരെ സംബന്ധിച്ച് അവരുടെ യാത്രാ സൗകര്യം ഒരുക്കാനായിട്ടുള്ള റോഡ്സിൻ്റെ നവീകരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഇന്ന് പ്രധാനമായിട്ടും നിർദ്ദേശം നൽകിയത്. KSRTCയുടെ വിവിധ വാഹനങ്ങൾ വിവിധ ഡിപ്പോകളിൽ നിന്ന് കേന്ദ്രീകരിച്ച് ഇവിടെ കടന്ന് വരുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിൻ്റേതായ സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നത് ആവശ്യമായ ഒന്നാണ്. ഞായർ, ശനി ദിവസങ്ങളിൽ, അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ പോലീസിൻ്റെ കൂടുതൽ സേവനങ്ങൾ അവിടെ ഉറപ്പുവരുത്താനും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ക്യാമ്പ് കേന്ദ്രീകരിച്ച് നടത്താനുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവധി ദിവസങ്ങളിൽ. ഒപ്പം തന്നെ വാട്ടർ അതോറിറ്റിയും KSEBയുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും പരിശോധിച്ചിട്ടുണ്ട്. ലൈനുകൾ താഴ്ന്നു നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഹൈറ്റ് നിലനിർത്തി അതിന് ഉയർത്തേണ്ട സ്ഥലങ്ങളൊക്കെ ഉയർത്തി ആ ഹൈറ്റ് സ്റ്റാൻഡേർഡ് ഹൈറ്റ് കീപ്പപ്പ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം അക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. നാലമ്പല ദർശനത്തോടനുബന്ധിച്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവുക എന്നതാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി മുമ്പോട്ട് പോകാനുള്ള നിർദ്ദേശം ഇന്ന് നൽകിയിട്ടുണ്ട്. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെയാണ് ഇക്കൊല്ലത്തെ നാലമ്പല തീർത്ഥാടനം. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം, പാമ്പാക്കൂട മേമുറി ഭരതസ്വാമി ക്ഷേത്രം, മൂളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, മാമലശ്ശേരി നെടുങ്ങാട്ട് ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളെ കോർത്തിണക്കിയാണ് ജില്ലയിൽ നാലമ്പല തീർത്ഥാടനം നടക്കുന്നത്. തീർത്ഥാടന പാതയിലെ പ്രധാന പാതയായ പിറവം പെരുവംമുഴി റോഡിൽ KSTPക്ക് കീഴിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന റോഡിൽ ഗതാഗതം ദുഷ്കരമാണ് എന്ന പരാതി ഉയർന്നതിനെ തുടർന്നാണ് അവലോകന യോഗം ചേർന്നത്. യോഗത്തിൽ തീർത്ഥാടനത്തിന് ഗതാഗതവും പാർക്കിംഗും സുഗമമാക്കാൻ ആവശ്യമായ ക്രമീകരണം ഏർപ്പെടുത്താൻ മന്ത്രി നിർദ്ദേശം നൽകി. കൂടാതെ പെരുവംമുഴി റോഡിൽ പൊളിച്ചിട്ട കലുങ്കുകളുടെ പണി നടക്കുന്നതിനാൽ ഗതാഗതം ഒറ്റവരിയാക്കാനും നിർദ്ദേശിച്ചു. KSRTC ബസ്സുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ തടസ്സം കൂടാതെ കടന്നുപോകാൻ മുന്നറിയിപ്പ് ലൈറ്റ് സ്ഥാപിക്കുമെന്നും ഗതാഗതം നിയന്ത്രിക്കാൻ കരാറുകാരുടെ ചെലവിൽ ജീവനക്കാരെ നിയോഗിക്കാനും തീർത്ഥാടക പാതകളിലെ കുഴികളെല്ലാം അടയ്ക്കാനും തീരുമാനിച്ചതായി KSTP യോഗത്തിൽ അറിയിച്ചു. യോഗത്തിൽ പിറവം നഗരസഭ വൈസ് ചെയർപേഴ്സൺ അന്നമ്മ ഡോമി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പുളിക്കൽ, രാമമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി രാജു, നാലമ്പല സമിതി പ്രസിഡന്റ് N രഘുനാഥ്, സെക്രട്ടറി PP സുരേഷ് കുമാർ, രാമമംഗലം സബ് ഇൻസ്പെക്ടർ CB അച്യുതൻ, ആരോഗ്യവകുപ്പ്, KCB, PWD, KSRTC, ഫയർഫോഴ്സ്, പെരുവംമുഴി റോഡിന്റെ കരാർ കമ്പനി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പറ്റുമെങ്കിൽ അത് നല്ല കാര്യമാണ്, അല്ലെങ്കിൽ നമുക്ക് മറ്റേ തിരിച്ചുവിടേണ്ടി വരും. അപ്പം ആ പുനരുദ്ധാരണത്തിൽ നിന്ന് തിരിഞ്ഞ് പോകുമ്പോൾ അവിടെ നമുക്ക് KCBയുടെ ലൈനുകൾ ഒരു 2-3 സ്ഥലങ്ങളിൽ വലിച്ചു കെട്ടാണ്. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം.
ഇനി ജയിക്കാൻ 3 ബോളിൽ 18 റണ്ണാണ് വേണ്ടത്. 3 balls 18 runs. ചേട്ടാ കണക്ട് ആവണേ. Newman Basil on strike. ബേസിലിന് കണക്ട് ആവോ ഇല്ലയോ എന്ന് നോക്കാം. Oh, that's a 6. അതൊരു കിടിലൻ ഷോട്ട്. ഉഗ്രൻ കണക്ഷൻ. That's another 6. Last ball 6 runs. Is that a 6? Yes, it's a 6. Yeah. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് ടിവികൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്.